ഒമാനിലെ ജിമ്മിലെ ഫീസ് വിവരങ്ങളും മറ്റ് അനുബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു 2 വീക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 10 റിയാലും, 1 മന്തിന് 15, 2 മന്തിന് 28, 3 മന്തിന് 40 റിയാൽ, അങ്ങനെയാണ് ഫീസ് വിവരങ്ങൾ വരുന്നത് കേട്ടോ. മിക്കവാറും എല്ലാവരും 1 മന്തിനാണ് എടുക്കാറ്. കാരണം 2 വീക്കിനൊക്കെ നമുക്ക് നഷ്ടമാണ്. പിന്നെ ഡെയിലി നമുക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ 2 റിയാൽ കൊടുത്ത് നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അത് നമുക്ക് നഷ്ടമാണ്. കാരണം എന്തായാലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവർ ഒരു ദിവസത്തിന് 2 ദിവസത്തേക്ക് എന്തായാലും പോകില്ല. കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം പോകാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് ചെറിയൊരു ജിമ്മാണ് കേട്ടോ. അതായത് ഉൾപ്രദേശമാണ്, ടൗണിൽ നിന്ന് വിട്ട് ഏകദേശം ഒരു ഗ്രാമാന്തരീക്ഷം പോലെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായ കാരണം അത്യാവശ്യം വേണ്ട എല്ലാ മെഷീനറിയും ഇവിടെ ഉണ്ടും താനും കേട്ടോ. എല്ലാ മെഷീനറികളും ഇവിടെ ഉണ്ട്. മോഡേൺ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുള്ള മെഷീനറി ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് പഴയ ലെഗ് വർക്കൗട്ടിൻ്റെ മെഷീനറിയാണ്. പക്ഷേ അത് പുതിയത് എടുത്തിരിക്കുന്ന കാരണം പഴയത് അവർ സൈഡാക്കി വെച്ചിരിക്കുന്നതാണ്. ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. വേണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് അതിന് പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇത് അത്യാവശ്യം ഈ കാർഡിയോ ചെയ്യാനുള്ളവരും വാക്കിങ്ങോ അങ്ങനെയുള്ള ചെയ്യാനുള്ള ചെറിയൊരു സ്ഥലം മെഷീനറികളൊന്നും ഇല്ലാതെ ചെറിയൊരു സ്ഥലം അതിനായി ഒഴിവാക്കിയിട്ടിരിക്കുന്നതാണ്. അത്യാവശ്യം എല്ലാ ടെക്നോളജിയുള്ള എല്ലാ ഇതും വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ മെഷീനറികളും ഉണ്ട്. ഇത് പൊതുവേ മറ്റുള്ള ജിമ്മിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. കാരണം ഇതിന് സാധാരണ അത്യാവശ്യം വലിപ്പമുള്ള ജിമ്മൊക്കെ ഇതിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പമൊക്കെ ഉണ്ടാവും. സ്ഥലപരിമിതിയുള്ള കാരണങ്ങൾ തന്നെ ഒരു മെഷീനറികളെല്ലാം അടുപ്പിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ചെറിയ ഉള്ള ഏരിയയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാരും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നോമ്പ് സീസണായ കാരണം അങ്ങനെ കൂടുതൽ ആൾക്കാരിനെയും നമുക്ക് പെട്ടെന്ന് ഈ ക്ഷീണം ടയേർഡൊക്കെ ആയിരിക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് അവർ വരാൻ ചാൻസ് കുറവാണ്. ഇതൊരു ആപ്സിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്യണ മെഷീനാണ് കേട്ടോ. ഞാൻ വേറെ ജിമ്മുകളിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഞാനിവിടെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഷീനറി കാണുന്നത്. പിന്നെ ഇത് ഈ എടുത്തിരിക്കുന്നതുണ്ടോ ഈ ഡംബിൾസ് എല്ലാം ഇപ്പോൾ പുതുതായിട്ടൊരു 4-5 മാസമായിട്ട് എടുത്തിരിക്കുന്നതാണ്. പുതുതായിട്ട് ഒരു സെറ്റ് മൊത്തമായിട്ട് വരുത്തിച്ചിരിക്കുന്നതാണ്. ഇറ്റലി മേക്കായി ഏതൊരു കമ്പനിയുടെയാണ് അത് വരുത്തിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പഴയ ഡംബിൾസാണ്. പുതിയത് വന്നപ്പോൾ അവർ പഴയത് സൈഡിലോട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലൊന്നും ഇപ്പോൾ ആരും വർക്കൗട്ട് ചെയ്യാറില്ല. അങ്ങനെ ഫീസ്. പിന്നെ ഇവിടെ സ്റ്റീം ബാത്തും ഉണ്ട് കേട്ടോ. സ്റ്റീം ബാത്തിന് 1.5 റിയാലാണ് ഒരു നേരം ചെയ്യുന്നതിന് കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് 1.5 റിയാലാണ് ഈടാക്കുന്നത് കേട്ടോ. സ്റ്റീം ബാത്ത് അങ്ങനെ കൂടുതലും ഇവിടെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഞാൻ അധികം കണ്ടിട്ടില്ല. എന്നാലും ഇവർ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇത് പ്രോട്ടീൻ പൗഡർ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഈ മോഡൽ പറഞ്ഞാൽ ഓണറായാലും വരുത്തി തരും, അല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ നിന്നാണെങ്കിലും പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. അത്യാവശ്യം സ്ഥലപരിമിതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മെഷീനറികളും ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 2-2.5 വർഷത്തോളം ഇവിടെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാതെ കുറേ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.